ശബരിമലയുടെ കൊള്ള, ആ കൊള്ളയിൽ വളഞ്ഞിട്ട് പിടിക്കാൻ പോവുകയാണ്, വീട് വളഞ്ഞിട്ട് പിടിക്കാൻ പോവുകയാണ് പത്മകുമാറിനെ. ഈ അറസ്റ്റ് ഉടൻ ഉണ്ടാകും. പക്ഷെ ആ അറസ്റ്റിലും ഈ വാസുവിലും മാത്രം തീരുന്നതാണോ ഈ സ്വർണ്ണക്കൊള്ള? അല്ല, സ്വർണ്ണക്കൊള്ള എനിക്കൊന്ന് കേരളത്തിൽ തന്നെ ആദ്യമായി സ്വർണ്ണക്കൊള്ള ഈ പറയുന്ന പോറ്റിയിലൊന്നും അവസാനിക്കാൻ പോകുന്നില്ല എന്ന് പറഞ്ഞ പ്രസ്ഥാനത്തിൻ്റെ പേര് ഭാരതീയ ജനതാ പാർട്ടി എന്നാണ്. ഞങ്ങളുടെ സംസ്ഥാന അധ്യക്ഷൻ ആദ്യമേ തന്നെ പറഞ്ഞു, ഇത് ഇവിടം കൊണ്ടൊന്നും തീരാൻ പോകുന്നില്ല, ഇതിൽ ഒരുപാട് വലിയ മത്സ്യങ്ങൾ കുടുങ്ങാൻ വേണ്ടിയിട്ടുണ്ട്. അന്വേഷണം ശരിയായ ഗതിയിലാണ് പോകുന്നതെങ്കിൽ ആ മത്സ്യങ്ങളെല്ലാം തന്നെ കുടുങ്ങും. കൃത്യമാണ്. ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണത്തിൽ നടക്കുന്ന അന്വേഷണമായതുകൊണ്ട് ആ മാസത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ഈ റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കൊണ്ടും വലിയ തിരിമറികളൊന്നും ഇതിനകത്ത് നടത്താൻ സാധിക്കാത്തൊരു സാഹചര്യം ഉള്ളത് കൊണ്ട് കൃത്യമായി തന്നെ ഈ അന്വേഷണം മുന്നോട്ട് പോയേ സാധിക്കുള്ളൂ. അങ്ങനെ മുന്നോട്ട് പോകും തോറും സ്വാഭാവികമായി ആദ്യം പറഞ്ഞു വാസു കുടുങ്ങില്ല, അതിനു മുൻപ് മറ്റു പലരുടെയും പേരുകൾ ഇങ്ങനെ പറഞ്ഞു, ഇവരാരും വരാൻ പോകുന്നില്ല, ഇവരെല്ലാം വന്നില്ലേ. ഇനി പറയാൻ പോകുന്നത് CPM പങ്കില്ല എന്നായിരുന്നു. വാസു കൂടി കുടുങ്ങിയതോടുകൂടി CPM പങ്കില്ല എന്ന വാദം ഏറെക്കുറെ അവസാനിപ്പിക്കാൻ സമയമായി എന്ന് അവരുടെ ഈ പറയുന്ന ന്യായീകരണ തൊഴിലാളികൾക്ക് മനസ്സിലായി കഴിഞ്ഞു. ഇനി അടുത്ത് സംഭവിക്കാൻ പോകുന്നത് അത് പത്മകുമാറിലേക്ക് പോകും, പത്മകുമാറിൽ നിന്ന് കടകംപള്ളിയിലേക്ക് പോകും, കടകംപള്ളിയിൽ നിന്ന് അതിന് മുകളിലേക്കുള്ള പല മത്സ്യങ്ങളിലേക്കും ഇത് പൊന്തി പോകും. ഞങ്ങളൊരു കാര്യം കൃത്യമായി ഈ വിഷയത്തിൽ ഞങ്ങൾ ആദ്യമേ പറഞ്ഞു, ഞങ്ങൾക്കിതിൽ രാഷ്ട്രീയമായിട്ടുള്ള ഒരു നേട്ടത്തിനെക്കുറിച്ച് ഞങ്ങൾ ആലോചിക്കുന്നില്ല. ഇത് രാഷ്ട്രീയത്തിനപ്പുറത്ത് ഒരു സംസ്കാരത്തെ, ഒരു പൈതൃകത്തെ, ഒരു സ്വത്വബോധത്തെ, ഒരു കേരളത്തിൻ്റെതായ ഒരു സ്വത്വബോധത്തെ എങ്ങനെയാണ് അപഹരിച്ചു കൊണ്ടുപോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള കൃത്യമായ അന്വേഷണം നടക്കണം. ഇതൊരു സമൂഹത്തിൻ്റെ മുകളിൽ നടക്കുന്ന ഒരു കുതിരകയറ്റമാണ്. അല്ലെങ്കിൽ ആ സമൂഹത്തിനോട് എന്തുമാകാം, അങ്ങനെയാണല്ലോ, എന്തും കാണാം. അതുകൊണ്ടാണല്ലോ ഒരു പല സുപ്രീം കോടതി വിധികളും കേരളത്തിലെ ഭരണ സ്ഥിരാകേന്ദ്രത്തിനകത്ത് ഫയലുകൾക്കകത്ത് നിത്യവിശ്രമം കൊള്ളുമ്പോൾ ഒരു സുപ്രീം കോടതി വിധി മാത്രം പെട്ടെന്ന് ധൃതിപ്പെട്ട് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിണറായി വിജയനും എഴുന്നേറ്റ് വന്ന് ഇത്ര ബലം പരീക്ഷിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഒരു സമൂഹത്തെ മുഴുവൻ അടിച്ചമർത്തിക്കൊണ്ട് അവരുടെ നിലപാടുകൾ, യുവതീ പ്രവേശനത്തിലൂടെ അവരുടെ നിലപാടുകൾ സുപ്രീം കോടതിയുടെ വിധിയുടെ മറവിൽ, ഞാൻ അങ്ങനെ അതിനെ കാണുന്നത്, ആ മറ പറ്റിച്ചുകൊണ്ട് അത്തരത്തിൽ ജനങ്ങളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി, വിശ്വാസികളുടെ മുകളിലേക്ക് അടിച്ചേൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അപ്പോൾ അതേ അയ്യപ്പൻ, നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, കലിയുഗ വരദനാണ്. അയ്യപ്പസ്വാമിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട്. ഇവരൊക്കെ അയ്യപ്പസ്വാമിയുടെ ബ്രഹ്മചര്യത്തെ അളക്കുന്ന സ്വരാജായാലും അയ്യപ്പസ്വാമിക്ക് കടുക്കാവെള്ളം കൊടുക്കണമെന്ന് പറയുന്നവരായാലും കമ്മ്യൂണിസ്റ്റുകാർ ഒരു കാര്യം മറന്നുപോയി, എല്ലാവരോടും കളിക്കുന്നത് പോലെ അയ്യപ്പസ്വാമിയോട് കളിച്ചാൽ, അയ്യപ്പസ്വാമിയുടെ തിരുമുറ്റത്തല്ലേ കോടിക്കണക്കിന് രൂപ CPM ഇലക്ഷന് മുൻപ് അടിച്ചു മാറ്റാൻ വേണ്ടിയിട്ട് ഒരു അയ്യപ്പ സംഗമം കൊണ്ടുവച്ചത് കൊണ്ടാണ് ഈ പറയുന്ന എല്ലാ പ്രശ്നങ്ങളും തുടങ്ങുന്നത്. അപ്പോൾ കലിയുഗ വരദന് കൃത്യമായി അറിയാം എവിടെയാണ് ഇത് അവസാനിപ്പിക്കേണ്ടത്. കൃത്യമായി അവസാനിപ്പിക്കാനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. ആ പണി ഏറ്റവും അവസാനം നിന്നുകൊണ്ട് ഈ ശബരിമല എന്ന് പറയുന്ന തീർത്ഥാടന കേന്ദ്രത്തെ തകർക്കാൻ വേണ്ടിയിട്ടുള്ള മാസ്റ്റർ മൈൻഡ് ആരാണോ അയാൾ ഉൾപ്പെടെ കാരാഗ്രഹങ്ങളുടെ അഴികളുടെ പിന്നിലേക്ക് പോകുന്നത് വരെ ഈ അന്വേഷണം മുന്നോട്ട് പോകും. ഇനി ഇതിൻ്റെ എവിടെയെങ്കിലും CPM ഒരു ബലം പ്രയോഗിക്കുമല്ലോ, ഇത് കേരളമാണ് എന്ന് പറഞ്ഞിട്ട് അന്വേഷണ ഏജൻസികളെയൊക്കെ തടസ്സപ്പെടുത്തുന്ന ചില CPM തന്ത്രങ്ങളുണ്ട്. ഇന്നലെ തന്നെ എനിക്ക് തോന്നുന്നു ഏതൊരു ചർച്ചയിൽ CPM പ്രതിനിധിയായി വന്ന ആൾ പറയുകയാണ്, നിങ്ങൾക്ക് അദ്ദേഹത്തിൻ്റെ നിറത്തെയാണ് നിങ്ങൾക്ക് പ്രശ്നം, ഞങ്ങളൊരാളുടെ നിറത്തെക്കുറിച്ച് ആരും സംസാരിക്കുന്നില്ല. കേരളത്തിൽ ആരും കള്ളന്മാരുടെ നിറം നോക്കിയിട്ടല്ല, അല്ലെ തീവ്രവാദികളുടെ നിറം നോക്കിയിട്ടല്ല. പക്ഷെ അത് കൃത്യമാണ്. അയ്യപ്പന്റെ മുതൽ കട്ടത് ആരാണോ ആ മുതൽ കട്ടയാൾ കൃത്യമായി വാസുവൊക്കെ വന്നിരുന്ന് ഈ വിഷയം തുടങ്ങുമ്പോൾ വാസുവൊക്കെ വന്നിരുന്ന് പത്രസമ്മേളനം നടത്തിയപ്പോൾ കാണിച്ച കോൺഫിഡൻസ് ചേട്ടൻ ഓർമ്മയുണ്ടാവും. അപ്പോൾ ആ കള്ളനാണെന്ന് മാത്രമല്ല, കട്ടതിനെ എങ്ങനെ മറക്കണമെന്ന് കൃത്യമായൊരു സ്റ്റഡി ക്ലാസ് കിട്ടുന്ന പാർട്ടിയാണ് CPIM എന്ന് പറഞ്ഞു വെക്കേണ്ടി വരും. അത്രേ ഉള്ളൂ. ഞങ്ങൾ ഇതിനകത്ത് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സർക്കാർ ഇതിനെ അട്ടിമറിക്കാനുള്ള ശ്രമം, CPM ഇത് അട്ടിമറിക്കാനുള്ള ശ്രമം നടത്തിയാൽ ഭാരതീയ ജനതാ പാർട്ടി പൂർവാധികം ശക്തിയായി തന്നെ ഈ സമരത്തെ മുന്നോട്ട് കൊണ്ടുപോകും, ഒരു സംശയവുമില്ല. ഇവിടെ ഈ അയ്യപ്പ സംഗമത്തെ കുറിച്ച് ഇപ്പം നന്ദു പറഞ്ഞിടത്താണ് എൻ്റെ ഒരു ചോദ്യമുള്ളത്. കാരണം അയ്യപ്പ സംഗമം വരെ നമ്മളാരും അറിഞ്ഞില്ല ഇങ്ങനൊരു സംഭവം ഉണ്ടെന്നോ, അല്ലെങ്കിൽ അയ്യപ്പന്റെ സ്വർണ്ണം അടിച്ചു മാറ്റി കൊണ്ടുപോയെന്നോ അറിയില്ല. പക്ഷേ ഈ അടിച്ചു മാറ്റി കൊണ്ടുപോയാൽ 1-ാം പ്രതിയാണ് പറയുന്നത് ഇങ്ങനെ ഇതിനകത്തുള്ള ഈ സ്വർണ്ണപ്പാളികൾ വെക്കുന്നതിനകത്തുള്ള ഈ സ്വർണ്ണപീഠം കാണുവാനില്ല, സ്വർണ്ണപീഠം കാണുവാനില്ല എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അയാളുടെ സഹോദരിയുടെ വീട്ടിൽ നിന്ന് അത് കിട്ടുകയും ചെയ്യുന്നു. ആ ഒരു വെളിപ്പെടുത്തൽ എന്തിൻ്റെ പേരിലായിരുന്നു? അതൊരു ബൂമറാങ്ങായി മാറിയില്ലേ? അല്ല, അത് എനിക്ക് തോന്നുന്നത് ഈ കട്ട മുതലിനെ കുറിച്ച് കള്ളനായിപ്പോയി എന്ന് തോന്നുമ്പോൾ ഉണ്ടാകുന്നൊരു വെപ്രാളം ഉണ്ടല്ലോ, ഇതിനെങ്ങനെയെങ്കിലുമൊക്കെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദിവസം കൂടിയൊക്കെ ഇതിനെങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ. അത് ഏതെങ്കിലും ഉന്നതനായിട്ടുള്ള ആൾ പറഞ്ഞിട്ടുണ്ടാവും, ഇപ്പോൾ ഇങ്ങനെ പറയും, അപ്പോൾ ആ വിവാദത്തിലേക്ക് എല്ലാവരും പോകും, ആ വിവാദം കുറച്ച് ദിവസം കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് അടുത്ത വിവാദത്തിലേക്ക് കൊണ്ടുപോകാന്നുള്ളൊരു ധാരണയിലായിരിക്കും ചെയ്തിട്ടുണ്ടാവുക. എന്തായാലും ഞാൻ ഒരു കാര്യം, അതും അയാളെ കൊണ്ട് പറയിച്ചത് അയ്യപ്പനാണെന്ന് വിശ്വസിക്കുന്ന ഭക്തനാണ് ഞാൻ. കാരണം അയ്യപ്പസ്വാമിയുടെ
തിരുമുറ്റത്ത് ഇത്രയധികം കളങ്കിതമായിട്ടുള്ള ചില കാര്യങ്ങൾ നടത്തിയിട്ടും വീണ്ടും അയ്യപ്പസ്വാമി അതിനെ വിട്ടു, മിണ്ടാതിരുന്നു. ശരി, ഒരു തെറ്റുപറ്റി പോട്ടെ എന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ അപ്പോഴും അയ്യപ്പന്റെ പരിപാവനതയും അയ്യപ്പന്റെ പൂങ്കാവനത്തെയും ശബരീശന്റെ സന്നിധിയെയും ഒക്കെ ഒരു വിൽപ്പന ചരക്കാക്കി കളയാം, ഇതെല്ലാം ഞങ്ങളുടെ കയ്യിലാണ്, ഇതെല്ലാം ഞങ്ങളങ്ങ് സർവ്വസമ്മതരാണ്, അല്ലെങ്കിൽ ഞങ്ങൾ ഹിറ്റ്ലറിനെക്കാളും വലിയ ഏകാധിപതിയാണെന്നൊക്കെ ചിന്തിക്കുന്നവർ ഇടയ്ക്കൊന്ന് ചിന്തിച്ചാൽ മതി. ഇനി ആരൊക്കെ നിങ്ങളുടെ കൂടെ ഉണ്ട് എന്ന് നിങ്ങൾ വീമ്പ് പറഞ്ഞാലും ശബരീശൻ വിശ്വാസികളുടെ ഒപ്പമാണ്, അയ്യപ്പസ്വാമി വിശ്വാസികളുടെ ഒപ്പമാണ്. അത് കൃത്യമായി അയ്യപ്പസ്വാമി തെളിയിച്ചതിൻ്റെ ഒരു പ്രതിഫലനമാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. ഞാൻ പറഞ്ഞ നമ്മളെല്ലാം വിശ്വാസികളെല്ലാം നിമിത്തത്തിൽ വിശ്വസിക്കുന്നവരാണ്. ആ അയ്യപ്പ സംഗമം ഇത്തരത്തിൽ അവരുടെ ഒരു ഇലക്ഷൻ പ്രഖ്യാപന ചടങ്ങാക്കി മാറ്റാൻ, അല്ലെങ്കിൽ ഇലക്ഷന്റെ മുന്നോടിയായിട്ടുള്ള അവരുടെ ഒരു മുഖമുനിക്കൽ ചടങ്ങാക്കി മാറ്റാൻ CPM ശ്രമിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചത്. കോടികൾ പൊടി പിടിച്ചുകൊണ്ട് നടത്താൻ തീരുമാനിച്ചു. ഈ കോടികൾ പൊടി പിടിച്ചുകൊണ്ട് നടത്തിയപ്പോൾ 2 ഡാമേജാണ് അവർക്കുണ്ടായത്. ഒന്ന്, അയ്യപ്പ സംഗമം പൊളിഞ്ഞു. ചരിത്രത്തിലെ ഏറ്റവും വലിയ നാണക്കേടിലേക്ക് LDF സർക്കാർ പോയി. അതിനോടൊപ്പം അവരൊരു കള്ളന്മാരുടെ കൂടാരമാണ് എന്ന് ഭഗവാൻ അയ്യപ്പൻ തന്നെ തെളിയിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പോയി. അപ്പോൾ ചുരുക്കാൻ പറഞ്ഞാൽ ഉത്തരത്തിലിരുന്നത് കിട്ടിയതുമില്ല, കക്ഷത്തിലിരുന്നത് പോവുകയും ചെയ്തു എന്ന അവസ്ഥയിലാണ് സത്യത്തിൽ ഇപ്പോൾ LDF മുന്നണി. പിന്നെ ഇടയ്ക്ക് അവർ ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് ചില ഗിമ്മിക്കുകളൊക്കെ കാണിച്ച് ഇങ്ങനെ മാറി പോകാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അയ്യപ്പൻ കൃത്യമായ വാസ്തു ചട്ടിക്കകത്ത് എന്നൊക്കെ നമ്മൾ പറയില്ലേ. ശബരിമലയ്ക്കകത്ത് നമ്മൾ പ്രതീക്ഷിക്കാതെ, നമ്മളിപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസ് അല്ലെങ്കിൽ സ്വർണ്ണക്കൊള്ളയാണ് നമ്മൾ പറയുന്നത്, പക്ഷെ അതിനല്ലാതെ പല കാര്യങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസമൊക്കെ ഒരു വിഷയവുമായിട്ട് തന്നെ രാഹുൽ ആർ നായറിനെ നിങ്ങൾക്ക് അറിയാമായിരിക്കും, ഒരു IPS കാരൻ. ആ ഉദ്യോഗസ്ഥൻ ഒരിക്കലും അവിടെ ഒരു അന്വേഷണവുമായിട്ട് മുമ്പ് 2019 കാലഘട്ടത്തിൽ എത്തിയിരുന്നു. അദ്ദേഹത്തിന് ഇനി ഇവിടെ കടന്നു പോകരുത്, ഇത്തരത്തിലുള്ള IPS കാരന്മാരെ ഈ പടി കയറ്റി മുകളിലേക്ക് കയറ്റരുത് എന്ന് പറഞ്ഞൊരു കത്ത് ഇതേ വാസു, ഇപ്പോൾ ജയിലിൽ കിടക്കുന്ന വാസു എഴുതിയിരുന്നു. ആർക്കാ എഴുതിയിരുന്നത്? ദേവസ്വം വകുപ്പ് മന്ത്രിക്കും മുഖ്യമന്ത്രിക്കും. അതിനുശേഷം അങ്ങനത്തുള്ള നടപടിക്രമങ്ങൾ ഉണ്ടായില്ല. പക്ഷെ അത് ആരെ രക്ഷിക്കാനായിരുന്നു വെച്ചാൽ അവിടെ ഒരു സെക്യൂരിറ്റിക്കാരനുണ്ടായിരുന്നു. ആ സെക്യൂരിറ്റിക്കാരൻ ഒരു പരമഗുണ്ടയാണ്. ഈ പരമഗുണ്ട വെച്ചാൽ തിരുവനന്തപുരത്ത് ആനേറയിലുള്ള ഒരു ഗുണ്ടയാണ്. ഇയാൾ 6 or 7 കേസുകളിൽ പേട്ടയിലും മ്യൂസിയത്തും ആയിട്ടുള്ള സ്റ്റേഷനുകളിൽ കേസുള്ള ഒരു വ്യക്തിയാണ്. ഇയാൾ അവിടെ നിയമിച്ചിട്ടുണ്ട്. നമുക്കറിയാം ഈ PSC നിയമനമൊന്നും അല്ലാത്തൊരു സംഭവമാണ്. ദേവസ്വം ബോർഡിൽ ഡയറക്റ്റായിട്ട് ഇവർക്ക് ബന്ധമുണ്ടെങ്കിൽ അപ്പം തന്നെ നിയമിക്കാൻ പറ്റും. അവരെ കുറച്ച് വർഷം കഴിയുമ്പോൾ അവരെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യും. അവിടെ അയ്യപ്പനെ ഈ ഇത്തരത്തിലുള്ള ഗുണ്ടകളുടെ സെക്യൂരിറ്റിയാണോ അയ്യപ്പൻ ആവശ്യമെന്ന് തോന്നരുത്. അവിടെ ഒരാൾ കൊല്ലപ്പെടുന്നുണ്ട്, ഒരാൾ മരണപ്പെട്ടു. പക്ഷേ ആ മരണപ്പെട്ട കേസിൽ പലപ്പോഴും അതൊരു കൊലപാതകമായിട്ട് ആരും കണ്ടിട്ടില്ല. ഹൃദയാഘാതം മൂലം മരിച്ചു എന്നാണ് പലരും അറിയുന്നത്. അങ്ങനെ പല സംഭവങ്ങളും അവിടെ നടക്കുന്നുണ്ട്. നമ്മൾ ഇതുപോലെ അറിയാത്ത പല കഥകൾ കൂടി അന്വേഷിച്ചെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. ഇതിനകത്ത് നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ശബരിമലയെക്കുറിച്ച് കൃത്യമായി ശബരിമല സന്നിധിയുടെ ഒരു പ്രത്യേകതയുണ്ട്. ശബരീശൻ കാനനവാസനായിട്ട് ജീവിക്കാൻ തീരുമാനിച്ചു പോയ സ്ഥലമാണത്. അവിടെ ശബരീശൻ യോഗനിദ്രയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും ആ ക്ഷേത്രത്തിന് അതിൻ്റെതായ പ്രത്യേകതകളുണ്ട്. അത് മനസ്സിലാക്കാത്തവരാണ് ഈ ക്ഷേത്രത്തെ പരിപാലിക്കാൻ എന്നുള്ള പേരിൽ അവിടെ പോയി ചേരുന്നത്. ഇനി ഞാൻ കഴിഞ്ഞ ഏതോ ഒരു ചർച്ചയിൽ അവിടെ നിന്ന് റിട്ടയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനുമായിട്ട് ഇരുന്ന സമയത്ത് അദ്ദേഹം ഞെട്ടിക്കുന്ന ചില കാര്യങ്ങൾ, അതായത് ശർക്കര വാങ്ങി, ആ ശർക്കര ചീത്തായി എന്ന് പറഞ്ഞിട്ട് ശർക്കര തിരിച്ചെടുത്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ ടെൻഡർ കൊടുത്തു. ആ ടെൻഡർ കൊടുത്തയാൾ അത് നീക്കാൻ താമസപ്പെട്ടപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും ഈ ശർക്കരയുടെ മണം പറ്റിയിട്ട് ആനകൾ വരാൻ തുടങ്ങി. ഈ ആനകളിൽ നിന്ന് ശർക്കരയെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് 50 or 60 സെക്യൂരിറ്റി ഗാർഡുകളെ വച്ച ചരിത്രം ഈ പറയുന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനുണ്ട്. അപ്പം താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഇത് നമ്മൾ പറയില്ലേ, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി, അതാണ്. അപ്പം ഇതെന്തും ചെയ്യാം, ക്ഷേത്രങ്ങളെ എങ്ങനെയും കൊള്ളയടിക്കാം, ഇത് ചോദിക്കാനൊന്നും ആരും വരില്ല എന്നൊരു ധാരണ അവർക്കുണ്ടായിരുന്നു. പക്ഷെ ക്ഷേത്രങ്ങൾക്കകത്ത് ജീവസുള്ള ബിംബങ്ങളാണ് ഇരിക്കുന്നത്. അതവർക്ക് മനസ്സിലാവുന്നില്ല. തേജസ് മാത്രമല്ല, ജീവസ് കൂടിയുള്ള ബിംബങ്ങളാണ് ഇരിക്കുന്നത്. അവർ കൃത്യമായ ഒരു ഘട്ടത്തിൽ അതിനെ എടുത്തു കാണിക്കാനും അതിനെ തുറന്നു കാട്ടാനും അവർക്ക് സാധിക്കും. അവരത് കൃത്യമായിട്ട്, ചിലപ്പോൾ അത് ഏതെങ്കിലും ഒരു ഉദ്യോഗസ്ഥന്റെ കണ്ണിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും ഒരു കണ്ണിലൂടെ. ഇപ്പോൾ ഒരു മാധ്യമത്തിൽ വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയങ്ങളെല്ലാം പുറത്തു വരുന്നത്. സത്യത്തിൽ അങ്ങനെ ഒരു മാധ്യമ വാർത്ത തന്നെ സൃഷ്ടിക്കപ്പെട്ടത് ആ നിയോഗത്തിന്റെ ഭാഗമാണ്. അല്ലെങ്കിൽ സത്യത്തിൽ ഇങ്ങനെ അന്ന് അവിടെ അയ്യപ്പ സംഗമം തീരുമാനിച്ചില്ലെങ്കിൽ, അവിടെ ഞാൻ അപ്പോഴും പറഞ്ഞതാണ്, ഈ പോറ്റി, ഈ 1ാം പ്രതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് ഇങ്ങനെ പറയാൻ തോന്നിയത് അതാണ് ഞാൻ പറഞ്ഞത്. അത് നിയോഗമാണ്. ഒരു മനുഷ്യൻ ഒരു കാര്യം ഒരു സമയത്ത് ചെയ്യണം എന്നൊരു നിയോഗമുണ്ട് എന്നാണ് വിശ്വാസികൾ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായിട്ടും മുഴുവൻ വിശ്വാസികളുടെയും ഹൃദയത്തെ വ്രണപ്പെടുത്തി ഞാൻ എല്ലാ ചർച്ചയിലും പറയാറുണ്ട്,
അതായത് കന്നി മാളികപ്പുറം അമ്മമാർ, അതായത് കുഞ്ഞുങ്ങൾ പോലും വാവിട്ട് നിലവിളിച്ച് അമ്മയെ പോകരുതെന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ടാണ് റഹ്ന ഫാത്തിമ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസിന്റെ എസ്കോർട്ടും പടച്ചട്ടയും കൊടുത്തുകൊണ്ട് കയറ്റിക്കൊണ്ട് പോകുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ അവിടെ നിന്ന് കരയുന്നുണ്ട്. മുതിർന്ന അമ്മമാർ കാല് പിടിച്ച് കരയുന്നുണ്ട് പോലീസിന്റെ, കയറ്റരുത്, ഞങ്ങളുടെ ശബരീശന്റെ സന്നിധിയാണ്, കയറ്റരുത്, ഞങ്ങൾ അത്ര പരിപാവനമായി കാണുന്ന സ്ഥലമാണ്, കയറ്റരുത് എന്ന് പറയുന്നത്. അവരുടെയൊക്കെ വായിലും വയറ്റിലും ചവിട്ടിയിട്ടാണ് പോലീസുകാർ ഈ പറയുന്ന ആൾക്കാരെ കയറ്റിയത്. ഞാൻ അവരുടെയൊക്കെ രീതിയിൽ പറയാൻ എനിക്ക് പറ്റില്ല, എൻ്റെ സഭ്യത അതിനെ അനുവദിക്കുന്നില്ല. പക്ഷെ അങ്ങനെയുള്ള ആളുകളെ കയറ്റിയത് അതൊക്കെ വിശ്വാസികളുടെ ഹൃദയത്തിൽ എത്രത്തോളം ആഴത്തിലുള്ള മുറിവുകൾ സൃഷ്ടിച്ചിട്ടുണ്ട്. അതിനുശേഷമാണ് ഒരു പക്ഷേ കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രയധികം സ്ത്രീജനങ്ങൾ ഇറങ്ങി നിന്ന് ഇത്രയും വലിയൊരു പോരാട്ടം, ഇത്രയും വലിയൊരു എതിർപ്പ് ഒരു സർക്കാരിനെതിരായിട്ട് മറ്റൊരു കാര്യത്തിലും. നിങ്ങൾ 200% ഹൈക്കിൽ ഇവിടെ വെളിച്ചെണ്ണ വിൽക്കുമ്പോഴും ഇന്നും ഒരു സ്ത്രീ പോലും, ഒരു വീട്ടമ്മ പോലും തെരുവിലിറങ്ങി വരുന്നില്ല. ചില രാഷ്ട്രീയ പ്രവർത്തകർ ഇറങ്ങുന്നുണ്ടാവാം, പക്ഷെ ഒരു വീട്ടമ്മയും നാമനാമം ജപിച്ച് നിൽക്കുന്ന ഒരു വീട്ടമ്മയും ഇറങ്ങി പുറത്തു വരുന്നില്ല. മുണ്ട് മുറുക്കി ഉടുത്ത് അവന്റെ ജീവിതം കൊണ്ടുപോകാൻ അവർ പഠിക്കുന്നു. പക്ഷെ തന്റെ വിശ്വാസത്തിൽ ആഴത്തിൽ മുറിവേറ്റപ്പോഴാണ് അവരെല്ലാം പുറത്തേക്ക് ഇറങ്ങി വന്നത്. അവരുടെ പേരിൽ കള്ളക്കേസുകൾ കുടുക്കിയിട്ടുള്ള ഒരു പോലീസ് സംവിധാനവും ഒരു ആഭ്യന്തര വകുപ്പും ഒരു സർക്കാർ സംവിധാനവുമാണ് കേരളം ഭരിക്കുന്നത് എന്നുള്ളത് ഒരു ഭൂരിപക്ഷ സമുദായത്തിന്റെ, ഒരു ഭൂരിപക്ഷ സമൂഹത്തിന്റെ വിശ്വാസത്തെ ചവിട്ടി മെതിച്ചുകൊണ്ട് മുന്നോട്ട് പോയപ്പോൾ ആരും അറിഞ്ഞില്ല ഇങ്ങനെ ഒരു ശക്തി, ഭഗവാൻ എന്ന് പറയുന്ന ഒരു ശക്തി, ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്ന ഭഗവാൻ എന്ന് പറയുന്ന ശക്തി അവിടെ ഉണ്ട്. ആ ശക്തി ഉള്ളത് കൊണ്ടാണ് ഇവർക്ക് ഇപ്പോൾ അയ്യപ്പ സംഗമം നടത്താൻ തോന്നിയതും ആ അയ്യപ്പ സംഗമത്തിന്റെ പുറകിൽ ഇത്തരത്തിലുള്ള വെളിവുകൾ വരുന്നതും ഇത്തരം കാര്യങ്ങൾ പുറത്തേക്ക് വരുന്നതും അത് വലിയ രീതിയിൽ ചർച്ചയാകുന്നതും അത് ഹൈക്കോടതിയിലേക്ക് പോകുന്നതും ഹൈക്കോടതി നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നതും. കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങളിപ്പോൾ പറയുന്നത് 30 വർഷത്തെ അന്വേഷണം നടക്കണം എന്നാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. അങ്ങനെ ഒരു അന്വേഷണം നടന്നു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കുഴിക്കകത്ത് പോയവരുടെ വരെ പലതരത്തിലുള്ള അന്വേഷണങ്ങൾ പുറത്തേക്ക് വരും. അപ്പോൾ പണ്ട് മൺമറഞ്ഞു പോയവരുടെ ഉൾപ്പെടെ അന്വേഷണങ്ങൾ പുറത്തേക്ക് വരും എന്നുള്ള സാഹചര്യത്തിലേക്ക് പോകുന്നു. അത്തരം ദേവസ്വം സ്വത്തുക്കളുടെ കൂടി ബലത്തിലാണ് ഈ പറയുന്ന പ്രസ്ഥാനങ്ങൾ മറ്റേ അട്ട ചീർക്കുന്നത് പോലെ ചീർത്തത് എന്ന് ഇന്ന് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ആർക്കും സാധിക്കില്ല. പണ്ട് ഞങ്ങൾ പറഞ്ഞാൽ അതിനെ നിങ്ങൾക്ക് എല്ലാവർക്കും രാഷ്ട്രീയം എന്ന് പറയാം. പക്ഷെ ഇന്ന് ഞങ്ങൾ അതിനെ പറഞ്ഞാൽ ഒരാൾക്കും അതിനെ എതിർക്കാൻ സാധിക്കില്ല. കാരണം ഞങ്ങളുടെ കൂടി, വിശ്വാസികളുടെ കൂടി ചോരയൂറ്റി കുടിച്ചുകൊണ്ടാണ് ഇത്തരം അട്ടകൾ വീർത്തത് എന്ന് ഞങ്ങൾക്ക് കൃത്യമായി പറയാൻ സാധിക്കും. അപ്പോൾ ഈ അയ്യപ്പൻ തന്നെ ബാക്കിയുള്ളവരെ കൂടി ജയിലുകളിലേക്ക് അയ്യപ്പൻ അതിനുള്ള പണി തുടങ്ങിയിട്ടുണ്ട്. അതിന്റെ പണിയെടുക്കേണ്ടവർ പണിയെടുക്കുന്നുണ്ട്. എവിടെയെങ്കിലും ഒരിടത്ത് സ്റ്റക്ക് ആവുന്നുണ്ടെങ്കിൽ ബാക്കി ഞങ്ങളോട് ചെയ്യാം. ശരി. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.